അപ്പോൾ നമ്മുടെ വണ്ടി സ്ലൈഡ് ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ഈ ബൈപ്പാസിൽ നിന്നാണ് ഐഡിൽ ജെറ്റിൽ നിന്ന് വരുന്ന ഫ്യൂവൽ വരുന്നത്. വളരെ ചെറിയൊരു ഫ്യൂവലാണ് ഇത്. എൻജിൻ്റെ സക്കിങ് മുഖാന്തരം മാത്രമാണ് വരുന്നത്. സ്ലൈഡ് ക്ലോസ് ആയതുകൊണ്ട് ഇതുവഴി ഫ്യൂവലല്ല എയർ വരാത്തത് കൊണ്ട് ഇതുവഴി മാത്രമാണ് ഫ്യൂവൽ വരുന്നത്. അപ്പോൾ ഫ്യൂവലിനോടൊപ്പം എയർ വേണമല്ലോ. എയർ ഇല്ലാതെ എങ്ങനെ നമ്മുടെ പാസേജ് കംപ്ലീറ്റ് ആവും? അതിനാണ് ഈ ഹോള്. എയർ കയറുന്ന വശം അതാണല്ലോ ഈ വശം. അതിൻ്റേതാ ഈ ഭാഗത്തായിട്ടാണ് ഞാനൊരു ഇത് വെച്ച് കാണിച്ചത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ എന്ത് കയറുന്നത്? എയർ കയറുന്നത്. എയർ ഇതുവഴി കയറും. ഇതുവഴി കയറുന്ന എയർ രണ്ട് ഭാഗമായിട്ട് തിരിയും. ഒന്നാമത്തെ ഭാഗം അറിയാമല്ലോ, നമ്മുടെ ബ്രാസ് ബോൾ വന്നു അറിയാമല്ലോ, അത് ഇടതുവശത്തേക്ക് പോകും. ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എയർ സ്ക്രൂ. ഈ സ്ക്രൂവിനെ അടച്ചാൽ ഇതുവഴിയുള്ള ഹോളിൻ്റെ ഡയമീറ്റർ കുറയും, ഊരിയാൽ ഡയമീറ്റർ കൂടും. ഇത് മാത്രം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതിനെ ടൈറ്റ് ചെയ്താൽ എയറിൻ്റെ അളവ് കുറയും, ലൂസ് ചെയ്താൽ എയറിൻ്റെ അളവ് കൂടും. അപ്പോൾ ഈ എയർ എങ്ങനെയാണ് പോകുന്നത്? കാണിച്ചു തരാം. അതാ പോകുന്നുണ്ടാ ഹോള്, ആ വഴി പോകുന്നുണ്ടാ. ഈ വഴി ഇതിൻ്റെ സെൻറ്ററിൻ്റെ ഈ ഭാഗത്തൂടെ കയറി ഇതിലേക്ക് വരും. ഓക്കെ, അത് നമ്മുടെ മെയിൻ ജെറ്റിൻ്റെ അറ്റോമൈസേഷന് വേണ്ടിയിട്ടുള്ള പാസേജാണ്. ഓക്കെ, നമ്മൾ അതല്ല എടുക്കാനുള്ളത്, നമുക്ക് ഐഡിലാണ് നോക്കാനുള്ളത്. ഐഡിൽ നോക്കുന്ന സമയത്ത് ഇതാണ്ട് ഈ ഹോള് ഒരു വട്ടം ഇടതോട്ട് കയറി ഇവിടെ നിന്ന് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനത് കാണിച്ചു തരാം. കണ്ട, ഇവിടെ കയറിയിട്ട് ഈ പാസേജ് വഴി വരികയാണ്. ബ്ലറായി പോകുന്നുണ്ട്. ഈ പാസേജ് വഴി ഇങ്ങനെ കയറി ഇവിടെ എത്തി. കണ്ടോ, ഇവിടെ എത്തിയിട്ട് ഇത് ഇതിനകത്തോട്ട് കയറി നമ്മുടെ ഐഡിൽ ജെറ്റിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. ഇവിടെ അറിയാമല്ലോ, ഹോൾ അടിക്കാൻ വേണ്ടിയിട്ട് ചരിഞ്ഞ ഈ ഒരു പാസേജ് ചരിഞ്ഞായതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്രാസിൻ്റെ ബോൾ വന്നത്. ഓക്കെ, അപ്പം ഈ എയർ ഇതുവഴി കയറി നമ്മുടെ ഇതുവഴി സക്ക് ചെയ്ത് വരുന്ന ഫ്യൂവലിനെ വെലോസിറ്റി കൂട്ടി ഇതുവഴി കൊടുത്തുകൊണ്ടിരിക്കും എൻജിൻ സക്കിങ് ഉള്ള സമയത്ത്. ഇനി നമ്മൾ കുറച്ച് സ്ലൈഡൊന്ന് പൊക്കിക്കഴിയുമ്പം ഇതുവഴിയും ഫ്യൂവൽ വരും, ഈ രണ്ടാമത്തെ ഹോൾ വഴിയും ഫ്യൂവൽ വരും. കണ്ടോ, 1, 2 ഈ 2 ഹോൾ വഴിയും ഫ്യൂവൽ വരും. പക്ഷേ സക്കിങ്ങിൻ്റെ പവർ കൂടുന്നതിനനുസരിച്ച് ഈ ആദ്യത്തെ ഹോള് അങ്ങ് അടയും. അതായത് നമ്മൾ ത്രോട്ടിലിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് എയർ ഫ്യൂൽ റേഷ്യോ പറയുന്നത്. സാധാരണ ഐഡിൽ ജെറ്റ് എപ്പോഴും ഒരു ക്വാർട്ടർ ത്രോട്ടിൽ വരെ മിക്ക വണ്ടികളിലും വർക്കാവാറുള്ളൂ. ക്വാർട്ടർ ത്രോട്ടിൽ വരെ. അതിനുശേഷം ഐഡിൽ ജെറ്റ് ഇന്നെഫക്റ്റീവ് ആവുകയാണ് സാധാരണ പതിവ്. ഓക്കെ, അപ്പോൾ ആദ്യ സമയത്ത് ഇവിടെ നിന്ന് ഫ്യൂല് വരും, അതിനുശേഷം ഇതിന്നും രണ്ടിന്നും ഒരുമിച്ച് വരും. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ക്ലോസ് ആവും, പിന്നെ ഐഡിൽ ജെറ്റിൻ്റെ ഇതുവഴി മാത്രമേ ഫ്യൂല് വരാറുള്ളൂ. അതുപോലെയാണ് ഈ ജെറ്റിൻ്റെ ഉൾവശത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജെറ്റിൻ്റെ അകത്ത് എയറും വരുന്നുണ്ട്, ഇതുവഴി ഫ്യൂലും കയറുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഐഡിലിൻ്റെ പാസേജിലേക്ക് ഇതുവഴി എയർ ഫ്യൂല് വന്നുകൊണ്ടിരിക്കുന്നത്.